സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഏറെക്കാലമായി ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായി നിന്നിരുന്ന അമേരിക്കയെ പിന്നിലാക്കി ചൈന വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഈ മാറ്റം വ്യക്തമായി കാണപ്പെടുന്നു. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ഏകദേശം 15,110 കോടി ഡോളറിലെത്തി. ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന സ്ഥാനം ചൈന സ്വന്തമാക്കി. കഴിഞ്ഞ 4 വർഷമായി ഈ സ്ഥാനത്ത് അമേരിക്കയായിരുന്നു. 2021-22 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ അമേരിക്ക ഇന്ത്യയുടെ പ്രധാന വ്യാപാര കൂട്ടാളിയായി തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ ചർച്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം 36.66% വർദ്ധിച്ച് 1,947 കോടി ഡോളറിലെത്തി. ഇത് ഇന്ത്യക്ക് നല്ലൊരു നേട്ടമായി കാണാം. എന്നാൽ ഇതിന്റെ മറുവശത്ത് അത്ര തന്നെ ശ്രദ്ധേയമാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യം ഇതിലും കൂടുതലാണ്. ഇറക്കുമതി ഏകദേശം 16% വർദ്ധിച്ച് 13,163 കോടി ഡോളറിലെത്തി. അതായത് ഇന്ത്യ ചൈനയിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലും വിൽക്കുന്നത് കുറവുമാണ്. ഇതാണ് വ്യാപാര കമ്മി എന്നറിയപ്പെടുന്നത്. വ്യാപാര കമ്മി എന്നത് ഒരു രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവും കയറ്റുമതി വരുമാനവും തമ്മിൽ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം ഇപ്പോൾ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 9,920 കോടി ഡോളറായിരുന്നു വ്യാപാര കമ്മി. 2025-26 11,260 കോടി ഡോളറായി ഉയർന്നു. ഇത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ഉയർന്ന നിലയാണ്. അതേസമയം അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ചെറിയ തോതിൽ ഏകദേശം 0.92% മാത്രം വർദ്ധിച്ച് 8,730 കോടി ഡോളറിലെത്തി. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ 15.95% വർദ്ധിച്ച് 5,290 കോടി ഡോളറായി. ഇതിന്റെ ഫലമായി അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര മിച്ചം കുറഞ്ഞു. 2024-25 4,089 കോടി ഡോളറായിരുന്നു മിച്ചം. 2025-26 3,440 കോടി ഡോളറായി താഴ്ന്നു. എന്നിരുന്നാലും അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴും മിച്ചം നിലനിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ വ്യാപാര ചരിത്രം നോക്കുമ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഈ ഒന്നാം സ്ഥാനം പലവട്ടം മാറിയിട്ടുണ്ട്. 2013-14 മുതൽ 2017-18 വരെയുള്ള കാലയളവിലും പിന്നീട് 2020-21 ചൈന തന്നെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. അതിനു മുമ്പ് ഈ സ്ഥാനം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൈവശം വച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ചൈന ഒന്നാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയുടെ വ്യാപാര നയങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുമായുള്ള വ്യാപാര കമ്മി ഉയരുന്നത് സാമ്പത്തിക വിദഗ്ധർ ആശങ്കയോടെ നോക്കുകയാണ്. ഇന്ത്യ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിക്കണമെന്ന അഭിപ്രായം ശക്തമാകുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾ വിപണികളെ ബാധിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകുകയാണ്. ഇറാന്റെ ഒരു വാണിജ്യ കപ്പൽ അമേരിക്ക സേന പിടിച്ചെടുത്ത സംഭവം വലിയ സംഘർഷത്തിന് വഴിയൊരുക്കി. അതിനു പിന്നാലെ ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ അനിശ്ചിതത്വമുണ്ടായി. എണ്ണവിലയിൽ വീണ്ടും ഉയർച്ച ഉണ്ടാകുമെന്ന ഭയം വ്യാപാര ലോകത്തെ ആശങ്കപ്പെടുത്തുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതലായും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. ആയതിനാൽ എണ്ണവില ഉയർന്നാൽ അത് നേരിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കും. ഇതോടൊപ്പം സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ കാണിക്കുന്നു. പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയാറുണ്ട്. ആയതിനാൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ഓഹരി വിപണികളും ഇതിന്റെ ആഘാതം അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഓഹരി വിപണിയിൽ ഇടിവ് കാണപ്പെടാറുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കപ്പെടുന്നു. ഇന്ത്യ ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഇടപാടിൽ പണം നൽകിയത് ഡോളറിലോ രൂപയിലോ അല്ല, മറിച്ച് ചൈനയുടെ കറൻസിയായ യുവാനിലാണെന്ന വാർത്തകളും പുറത്തുവന്നു. ഇത് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഒരു പുതിയ മാറ്റമായി കണക്കാക്കപ്പെടുന്നു. സാധാരണ എണ്ണ ഇടപാടുകൾ ഡോളറിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ യുവാൻ ഉപയോഗിക്കുന്നത് പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളും ഉണ്ടായതായി റിപ്പോർട്ടുകളുമുണ്ട്. ഒരു കപ്പലിന് നേരെ വെടിവെച്ചെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് മേഖലയിൽ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവമാണ് നീങ്ങുന്നത്. ഒരു വശത്ത് ചൈനയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, മറുവശത്ത് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തണം. കൂടാതെ പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾക്കും ഇന്ത്യ പ്രതികരിക്കേണ്ടി വരും. സാധാരണ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാകാതിരിക്കാം. എന്നാൽ ഇതിന്റെ ഫലങ്ങൾ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ഇന്ധനവില ഉയരുക, സാധനങ്ങളുടെ വില കൂടുക, തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ഇതിന്റെ ഭാഗമായി സംഭവിക്കാം. ഒടുവിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചൈന വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതോടൊപ്പം വലിയ വെല്ലുവിളികളും മുന്നിലുണ്ട്. വ്യാപാര കമ്മി, ആഗോള സംഘർഷങ്ങൾ, വിപണി അനിശ്ചിതത്വം എന്നിവയെല്ലാം ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നങ്ങളാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെ ഈ സാഹചര്യങ്ങളെ നേരിടുമെന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ നയങ്ങൾ സ്വീകരിച്ചാൽ ഇന്ത്യക്ക് ഈ വെല്ലുവിളികളെ അവസരമാക്കി മാറ്റാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.